തലേ ദിവസം രാത്രിയാകുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യനാണ് നാളെ എന്തുണ്ടാക്കും രാവിലെ എന്നുള്ളത്. എന്നും അപ്പവും അതുപോലെ പുട്ടും കടലയും ദോശ ഇഡ്ഡലിയൊക്കെ ആണല്ലോ. അപ്പോൾ അതിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്ന് കരുതി ഞാൻ 2 ഗ്ലാസ് പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ടിരുന്നു. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ മുട്ടയപ്പം എന്തായാലും ഉണ്ടാക്കാം. മുട്ടപ്പവും തേങ്ങാപ്പാലും കൂടി കഴിച്ചാൽ നമ്മളെപ്പോഴും ഉണ്ടാക്കുമെന്നല്ലല്ലോ. അപ്പോൾ സ്കൂളുള്ള ദിവസമൊന്നും ഇത് ഉണ്ടാക്കാറുമില്ല. അപ്പോൾ ഇന്നെന്തായാലും ഞായറാഴ്ചയാണ്. അപ്പം മുട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, മുട്ടയപ്പം. അപ്പോൾ അതിനായിട്ട് പച്ചരി 2 ഗ്ലാസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അതും മുട്ടയും ചെറു ചൂടുവെള്ളം, നല്ല ചൂട് വേണ്ട കേട്ടോ, ചെറു ചൂടുവെള്ളം, ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ പത്തിരിച്ചട്ടി ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു കേട്ടോ. നന്നായിട്ട് ചൂടായി വന്ന ശേഷമാണ് ഈ മുട്ടയപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വന്ന ബാറ്റർ ഞാനിതേ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ദോശമാവിനേക്കാളും കുറച്ചുകൂടി ലൂസാവണം കേട്ടോ, കട്ടിയുള്ള ബാറ്റർ ആവരുത്. ദോശമാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിരിക്കണം. ഇനി അതിലോട്ട് ഇതൊരു ടിപ്പാണ് കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇത് പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരാനും അതുപോലെ നല്ല സോഫ്റ്റ് മുട്ടയപ്പം കിട്ടാനാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മുട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. പത്തിരിച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയ ശേഷം നമുക്കിത് 2 കയ്യിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒരുപാട് തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, അപ്പോൾ ഉള്ളിലൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഇത് ബാറ്റർ ഒഴിച്ച ശേഷം നന്നായിട്ട് ഇതേപോലെ കുമിളകൾ വരണം. വന്ന ശേഷം മാത്രമേ മൂടി വെച്ച് വേവിക്കാനാവും കേട്ടോ. അല്ലെങ്കിൽ അത് അതിൻ്റെ ഭംഗിയിൽ വരില്ല അപ്പം. അങ്ങനെ മൂടി വെച്ചിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ മുട്ടയപ്പം റെഡി ആയിട്ട് വരും. ഇങ്ങനെ നമുക്ക് എല്ലാ മുട്ടയപ്പവും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ലോ കുക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഉള്ളിലൊന്നും വെന്ത് കിട്ടില്ല, നല്ല സോഫ്റ്റായിട്ട് വരില്ല, ഉള്ളിൽ വേവാണ്ടൊക്കെ വരും. അപ്പം മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എൻ്റെ മുട്ടയപ്പമൊക്കെ ഞാൻ കറക്റ്റായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കേ വേണ്ടൂ. ഇത് ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ, ഗ്രീൻ പീസ് കറി. പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാം എന്നുള്ളൊരു ഇതിലാണ് മുട്ടയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ മോൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് മുട്ടയപ്പവും തേങ്ങാപ്പാലും ആയിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നിങ്ങളും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എന്നാലും ഈ കോമ്പിനേഷൻ ഇടയ്ക്കൊക്കെ കഴിക്കുന്ന ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും ലൈക്കെങ്കിലും തരണം കേട്ടോ വീഡിയോയ്ക്ക്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.